കുതിരയോട്ടം, കാളയോട്ടം ഇങ്ങനെയുള്ള മത്സരങ്ങളെക്കുറിച്ച് നാം എല്ലാം കേട്ടിട്ടുണ്ട്. പക്ഷെ കഴുതയോട്ടത്തെക്കുറിച്ച് അത്രയങ്ങ് കേൾക്കാനിടയില്ല. പൊതുവെ മൃഗങ്ങളിൽ അവഗണിക്കപ്പെടുന്ന വിഭാഗമാണല്ലോ കഴുതകൾ. എന്നാൽ പാകിസ്ഥാനിൽ അങ്ങനെയൊരു മത്സരമുണ്ട്. അവരുടെ സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ് ഡോങ്കി ഡെർബി എന്ന് വിളിക്കുന്ന ഈ മത്സരം. സിന്ധ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച കഴുതയോട്ട മത്സരത്തിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. കഴുതവണ്ടിയോട്ടത്തിന് ഡോങ്കി ഡെർബി എന്നും വിളിയുണ്ട്. മത്സരത്തിൽ പങ്കെടുക്കുന്ന കഴുതവണ്ടികൾക്കുള്ള നമ്പർ നൽകലാണ് ആദ്യ നടപടി. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഏതാണ്ട് 50ഓളം കഴുതകളാണ് ഈ പ്രത്യേക മത്സരത്തിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിയിരിക്കുന്നത്. മത്സരത്തിൽ പങ്കെടുക്കുന്ന കഴുതകളുടെ കുളമ്പുകളും വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് ഇതിനിടയിൽ ചിലർ. എല്ലാവരും തയ്യാറെടുത്തു കഴിഞ്ഞു. മത്സരത്തിന് അഭിവാദ്യമർപ്പിക്കാൻ എന്ന പോലെ ആകാശത്ത് എയർക്രാഫ്റ്റിൽ പാകിസ്ഥാന്റെ പതാക മിന്നിമറഞ്ഞു. അഞ്ച് കഴുതവണ്ടികൾ ഉൾപ്പെട്ട 10 ഗ്രൂപ്പുകളായാണ് ഇവരെ തരം തിരിച്ചിരിക്കുന്നത്. കഴുതവണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർക്കുമുണ്ട് പ്രത്യേക വേഷം. വെള്ള പാൻസും കളർഫുൾ ടീഷർട്ടും പച്ച ഹെൽമറ്റുമാണ് അവരുടെ വേഷം. ഇനി മത്സരം. വിജയത്തിന്റെ ആദ്യ കടമ്പ കടന്നതായും ഇനിയും കൂടുതൽ പോകാനുമുണ്ടെന്നാണ് ആദ്യ റൗണ്ടിൽ വിജയിയായ അസ്കർ ഷായുടെ പ്രതികരണം. ये तो समझो कि अभी तो आगे आना है, पहला सीढ़ी चढ़े अभी, अब आगे और पता नहीं कितने सीढ़ियां चढ़ने पड़ेंगे. ये पहला सीढ़ी तो कामयाब हो गए, अब दुआ करें कि अगले सीढ़ियों में हम लोग कामयाब हो जाएं. പൊതുവെ ഭാരം ചുമക്കാൻ മാത്രം ഉപയോഗിക്കുന്ന കഴുതകൾക്കും അതിന്റെ ഡ്രൈവർമാർക്കും കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത്തരം പ്രാദേശിക മത്സരങ്ങൾ എന്നാണ് ഇത് കാണാനെത്തിയ ഹിഫ്സയുടെ പ്രതികരണം. All these kinds of different sports, but in Pakistan we have a lot of other sports as well which are not really appreciated or taken from that level. It's very good for our own indigenous sports, and through this platform I think a lot of indigenous sport players, a lot of donkey derby racers, they'll get a chance to get some recognition and appreciation. മത്സരത്തിൽ വിജയികളായവർക്ക് ക്യാഷ് പ്രൈസും ഷീൽഡുമാണ് നൽകുന്നത്. ഇവിടെ മത്സരത്തിനെത്തുന്ന ഭൂരിഭാഗം പേരും വളരെ ദരിദ്രരാണ്. പണം നേടാനുള്ള ഒരു മാർഗം കൂടിയായിട്ടാണ് അവർ ഈ മത്സരങ്ങളെ കാണുന്നത്. കറാച്ചിയിലെ സൗത്ത് ഡോങ്കി കാർട്ട് അസോസിയേഷനിൽ അംഗങ്ങളായവരാണ് എല്ലാ വർഷവും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. तेजी से